ത്രിയേക ദൈവത്തിന് സ്തുതി. ന്യായപ്രമാണ പ്രകാരം 8-ാം നാൾ ശിശുവായ യേശുക്രിസ്തുവിനെ തൻ്റെ വളർത്തുപിതാവായ യൗസേഫും കന്യക മറിയാമും ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ദിവസമാണിന്ന്. ഈ ദിവസമാണ് ശിശുവിന് പേര് നൽകുന്നതും ചേലാകർമ്മം നടത്തുന്നതും അതുപോലെ ന്യായപ്രമാണ പ്രകാരമുള്ള ബലിയർപ്പണം നടത്തുന്നതും. ഒന്നാമതായി മായൽത്തോ എന്നീ പെരുന്നാൾ അറിയപ്പെടുന്നു. പ്രവേശനം എന്നർത്ഥം വരുന്ന ഈ വാക്ക് നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം തന്നെയാണ്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിൽ ഇപ്രകാരം പ്രവേശിച്ച് പ്രമാണങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ന്യായപ്രമാണത്തിലെ സകല കൽപ്പനകളെയും താൻ നിർവഹിച്ച് തൻ്റെ സൃഷ്ടിക്ക് സംഭവിച്ചു പോയ കൽപ്പന ലംഘനത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനായിട്ടാകുന്നു ഇത്. ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെ 2 ചെങ്ങാലിയെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമർപ്പിക്കുന്ന ഏറ്റവും സാധാരണ മനുഷ്യരിൽ ഒരാളായി നമ്മുടെ കർത്താവിന് വേണ്ടിയും ഇന്ന് ബലിയർപ്പിക്കപ്പെടുകയാണ്. ന്യായവിധിക്ക് അർഹരായി കഴിയുന്ന തൻ്റെ സൃഷ്ടിയെ തൻ്റെ കൽപ്പന ആചരണം വഴിയായി കൽപ്പന ലംഘനത്തിൽ നിന്നും താൻ ഇന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി ഹിപ്പാപാന്തേ എന്നും ഈ പെരുന്നാൾ അറിയപ്പെടുന്നു. ഹിപ്പാപാന്തേ ഒരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം മീറ്റിംഗ് അഥവാ കണ്ടുമുട്ടൽ എന്നൊക്കെയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു വലിയ കണ്ടുമുട്ടലാണ് നടക്കുന്നത്. മാതാപിതാക്കളോടൊപ്പം ശിശുവായ യേശുക്രിസ്തുവും വൃദ്ധനായ ശമവോനും പ്രവാചകിയായ ഹന്നായും ഇവർ 2 കൂട്ടരും ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഇത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലാണ്. ഇത് നിഴലും പൊരുളും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. മനുഷ്യജീവിതത്തിൻ്റെ സാക്ഷാത്കാരം സംഭവിക്കുന്ന ഒരു കണ്ടുമുട്ടലാണിത്. അനേക കാലങ്ങളുടെ കാത്തിരിപ്പിന് മറുപടി ലഭിച്ച കണ്ടുമുട്ടലാണ്. നമ്മുടെ ജീവിതം അർത്ഥവത്താക്കുന്നത് പോലും ഈ കണ്ടുമുട്ടലിലാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 30 വൃദ്ധനായ ശമൂവൻ ഇങ്ങനെയാണ് പറയുന്നത്: എന്തെന്നാൽ എൻ്റെ കണ്ണുകൾ നിന്റെ കരുണയെ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മോടുള്ള കരുണയാണ് യേശുക്രിസ്തു. അതിനേക്കാൾ വലുതായി ഒന്നുമില്ല എന്ന് അത് കണ്ടവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. അതുകൊണ്ടാണ് 63-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: എന്തെന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. തൻ്റെ ദാസനെ പിരിച്ചയക്കണമെന്ന് യേശുമിശിഹായോട് അപേക്ഷിക്കുന്ന വൃദ്ധനായ ശമൂവൻ പിന്നീട് പാതാളത്തിലേക്ക്, മൃതലോകത്തിലേക്ക് ചെന്ന് ഈ സന്തോഷത്തെ അറിയിക്കുവാനായിട്ട് കർത്താവിനോട് അതിയായ വാഞ്ചയോടെ അനുവാദം ചോദിക്കുന്നതായിട്ട് ആരാധനാക്രമങ്ങളിൽ കാണുവാൻ കഴിയും. മൂന്നാമതായി പാശ്ചാത്യരുടെ ഇടയിൽ ഈ പെരുന്നാൾ ക്യാൻഡിൽ മാസ് എന്നറിയപ്പെടുന്നു. ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിൽ മെഴുകുതിരികൾക്ക് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ക്യാൻഡിൽ മാസ് എന്ന് അവർ അതിനെ വിളിക്കുന്നത്. നമ്മുടെ ആരാധനാക്രമത്തിലും പ്രത്യേകമായ മെഴുകുതിരി വാഴ്വ് നടത്തുന്ന ഒരു ക്രമം കാണുവാനായിട്ട് കഴിയും. ആ ക്രമത്തിൽ ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു: കത്തിച്ച തിരികളോടെ വൃദ്ധനായ ശമവോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരർത്ഥം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അന്ധകാരത്തിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കരുണാതിരേകത്താൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിക്കുമെന്ന് സക്കറിയ പുരോഹിതൻ പ്രവചിച്ച് പറഞ്ഞതുപോലെ ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മെ ഇന്ന് സന്ദർശിച്ചിരിക്കുന്നുവെന്ന് കത്തിച്ച തിരികളോടെ വൃദ്ധനായ ശമവോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തത് വഴിയായിട്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ന്യായവിധി കാത്ത് അന്ധകാരത്തിൽ കിടന്ന തൻ്റെ സൃഷ്ടിക്ക് അവൻ പ്രകാശമായി വന്നു. പ്രിയപ്പെട്ടവരെ, വഴിതെറ്റാതെ പോകണമെന്നാണ് കൽപ്പന എന്ന് കരുതുക. എന്നാൽ മുഴുവൻ കൂരിരുട്ടാണ്. വഴിതെറ്റരുത് എന്ന് കൽപ്പന അറിയാമെന്നുള്ളത് കൊണ്ട് അവിടെ കാര്യമില്ല. കൂരിരുട്ടിൽ വഴിതെറ്റുക തന്നെ ചെയ്യും. എന്നാൽ വെളിച്ചമുണ്ടെങ്കിൽ കൽപ്പനപ്രകാരം വഴിതെറ്റാതെ നടക്കാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, കർത്തൃകൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ സത്യപ്രകാശമായ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അതറിഞ്ഞവരാണ് വൃദ്ധനായ ശമവോനും ഹന്ന പ്രവാചകിയുമെല്ലാം. അത് മനസ്സിലാക്കിയവർ പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 118:105 പറയുന്നത്, തിരുവചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു എന്ന്. വചനമായ ദൈവം അന്ധകാരത്തിലും മരണനിഴലിലും ഇരിക്കുന്ന നമുക്ക് പ്രകാശം നൽകുവാൻ മനുഷ്യാവതാരം ചെയ്തു. അന്ധകാരത്തിൽ കഴിയുന്നതിനേക്കാൾ ഭീകരമായി മറ്റൊന്നുമില്ല. എന്നാൽ ഏറ്റവും വേദനാജനകമെന്ന് പറയുന്നത് അന്ധകാരത്തിൽ നാളുകൾ പോക്കിയവർ പലപ്പോഴും അന്ധകാരത്തെ സ്നേഹിക്കുന്നവരായി മാറിക്കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ടാണ് വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും അവർ വെളിച്ചത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ദയനീയമായ ഒരവസ്ഥയാണിത്. 2 കൊരിന്ത്യർ 4:4 ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നത് പോലെ, അവർ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രതിരൂപമായ മശിഹായുടെ തേജസ്സാകുന്ന സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ഉദിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ ബോധത്തെ അന്ധമാക്കി കളഞ്ഞു. വിശുദ്ധ യോഹന്നാൻ 1:5 ഇപ്രകാരം പറയുന്നു, ആ പ്രകാശം അന്ധകാരത്തിൽ പ്രശോഭിക്കുന്നു, അന്ധകാരം അതിനെ കീഴടക്കിയില്ല. ഈ ലോകത്തിൻ്റെ പ്രഭുവിനും ഒരന്ധകാരത്തിനും കീഴടക്കാൻ കഴിയാത്ത പ്രകാശമാണ് യേശു ക്രിസ്തു ആകുന്ന പ്രകാശം. ശിശുവായ നമ്മുടെ കർത്താവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ നമ്മെ തന്നെയും ശുദ്ധീകരിച്ച് സത്യപ്രകാശത്തിലേക്ക് സമർപ്പിക്കുവാൻ ഈ പെരുന്നാൾ മുഖാന്തരമായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ആയത് ബാറക്മോർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ.